ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് പോകാം. US മാർക്കറ്റ് ഒരു നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡൗ ജോൺസ് 114 പോയിന്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. S&P 32 പോയിന്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. നസ്ഡാക്ക് 161 പോയിന്റ് 161 എന്നുള്ള ഇപ്പം 137 പോയിന്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റും ഒരു മിക്സഡ് ട്രെൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഫ്ലാറ്റ് ആയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലോസ് ചെയ്തിട്ടില്ല. ഏകദേശം 17 പോയിന്റ് ഡൗണിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ മാർക്കറ്റ് മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെയായിരിക്കും. കഴിഞ്ഞ ദിവസവും ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു, അതിൻ്റെ മുന്നത്തെ ദിവസവും ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ ഇന്നും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ് ഡൗൺ ഉള്ള സാധ്യത മാർക്കറ്റിൽ ഉണ്ട്. നമുക്ക് ഡേറ്റയിലോട്ട് പോകാം. ഡേറ്റ ഇന്നലത്തെ സമ്മറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്സ് FIs 208 കോടിക്ക് സെല്ലിംഗ് ആയിരുന്നു. DAs ബൈയിങ് ആണ് 2382 കോടി. ബാക്കി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ ഡേറ്റ നോക്കുന്നില്ല. കാരണം ഇന്നലെ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ ആയിരിക്കും സാധാരണ വ്യാഴാഴ്ച വരുന്നത്. ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIs കണ്ടിന്യൂ സെല്ലിംഗ് ആണ്. കഴിഞ്ഞ ഏകദേശം മെയ് 15 തൊട്ട് അവർ സ്ട്രോങ് ആയിട്ട് ഫ്യൂച്ചേഴ്സ് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. FIs പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് തന്നെയാണ് പ്രോയും. പക്ഷെ അവർ അവരുടെ പൊസിഷൻസ് എല്ലാം കുറച്ച് കൊണ്ടുവരികയാണ്. അവർ മിക്കവാറും അടുത്ത് ബൈയിങ്ങിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. FIs മിക്കവാറും സെല്ലിംഗ് കുറയ്ക്കാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ. ക്ലൈന്റ് സ്ട്രോങ് ബൈയിങ് തന്നെയാണ്. മാർക്കറ്റ് ഒരു ചെറിയൊരു ഷോർട്ട് ടൈം ബുള്ളിഷ് ലെവലിലാണ് മാർക്കറ്റ് ഇപ്പം ഉള്ളത്. എങ്കിലും 25,000 എന്നുള്ളത് ഇപ്പോഴും 25,000 ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ 2 ദിവസത്തിന് മുന്നേ ഉള്ള എനിക്ക് തോന്നുന്നു ചൊവ്വാഴ്ചത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് മാർക്കറ്റ് മിക്കവാറും 25,000 വലിക്കാൻ സാധ്യതയുണ്ട് എക്സ്പയറിക്ക് മുന്നേ. ഇന്നലെ ഏകദേശം 24,900 നിന്നാണ് റിജക്ഷൻ വന്നിട്ടുള്ളത്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25,000 സ്ട്രോങ് റെസിസ്റ്റൻസ് ഉള്ളത്. ഏറ്റവും കൂടുതൽ കോൾ റേറ്റേഴ്സ് ഉള്ളത് 25,000. അത് കഴിഞ്ഞാൽ പിന്നെ 24,800 സപ്പോർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24,700 സ്ട്രോങ്. ഏറ്റവും കൂടുതൽ പുട്ട് റേറ്റിംഗ് ഉള്ളത് 24,700 24,500 കൂടുതലും പുട്ട് റേറ്റേഴ്സ് ഉള്ളത്. മാർക്കറ്റ് ഒരു ചെറിയൊരു ഗ്യാപ് ഡൗൺ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു 200 പോയിന്റ്. കാരണം ഇന്നലത്തെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഡേ ക്യാൻഡിലും ഇന്നലെ വീണ്ടും നമ്മുടെ ആ ഒരു സപ്പോർട്ട് തന്നെയാണ് 24,545 എന്നുള്ള ആ ഒരു 545 635 ആ ഒരു സോണിൽ നിന്നാണ് സപ്പോർട്ട് എടുത്ത് കയറിയിട്ടുള്ളത്. എങ്കിലും മുകളിൽ നല്ല സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ട്. 24,900 ആ ഒരു ലെവലിൽ നിന്ന് പിന്നെ മാർക്കറ്റ് നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞാണ് ആദ്യത്തെ സെഷൻ ഒരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ സെഷൻ മാർക്കറ്റ് താഴോട്ട് റിവേഴ്സ് വരാനും 2 സൈഡിലോട്ടും മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് അങ്ങനെ തന്നെയായിരുന്നു. ആദ്യത്തെ സെഷൻ ഉച്ചയ്ക്ക് മുന്നേ മുകളിലോട്ട് കയറിയെങ്കിലും പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിൽ ഓക്കെ, ഇത് ഇന്നലത്തെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിൽ കയറി, ഇവിടെ നിന്ന് ലെഫ്റ്റ് ഷോൾഡർ, പിന്നെ താഴെ വന്നു മുകളിലോട്ട് പോയി ഹെഡ് ക്രിയേറ്റ് ചെയ്തു, വീണ്ടും താഴെ വന്നു അടുത്ത് റൈറ്റ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ പാറ്റേൺ അനുസരിച്ച് ഇതാണ് നമുക്കൊരു നെക്ക് ലൈനായിട്ട് വരിക. ഇതാണ് നെക്ക് ലൈൻ വരുന്നത്. ഇവിടെ നിന്ന് അടുത്ത് മാർക്കറ്റ് താഴെ വന്ന് ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രം, അതായത് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ
ക്രിയേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ എൻട്രി വരുന്നതെന്ന് പറയുന്നത് ഈ ഒരു നെക്ക് ലൈൻ നമുക്ക് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതൊരു പാറ്റേൺ ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ, കൃത്യമായിട്ട് എൻട്രിയും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ട് മാർക്കറ്റ് സപ്പോസ് ഇന്ന് താഴോട്ട് വന്ന് ഇത് ബ്രേക്കൗട്ട് കിട്ടി പിന്നെ റീടെസ്റ്റ് ചെയ്യണം. ഈ നെക്ക് ലൈൻ റീടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് എൻട്രി എടുക്കേണ്ടത്. ചിലപ്പോൾ ഇവിടെ നിന്ന് വലിയ ക്യാൻഡിലായിരിക്കും, നല്ല സ്ട്രോങ്, കാരണം ഇവിടെ എന്ന് പറയുന്നത് കണ്ടിന്യൂ നമുക്കൊരു സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏരിയയാണ്. അപ്പം സ്ട്രോങ് ഒരു ക്യാൻഡിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അത് ബ്രേക്കൗട്ടായിട്ട് കണക്കാക്കുക. പിന്നെ തിരിച്ച് റീടെസ്റ്റിന് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പാറ്റേൺ അനുസരിച്ച് താഴോട്ട് എൻട്രി നോക്കാം. മറ്റൊരു കാര്യം, ഫയേഴ്സിൻ്റെ സബ് ബ്രോക്കിംഗ് ഏജൻസി ഫ്രാഞ്ചൈസി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫയേഴ്സിൽ അക്കൗണ്ട് തുടങ്ങാൻ താല്പര്യമുള്ളവർ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ലെവൽസ് നോക്കാം. നമുക്ക് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, CPRന് താഴെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ മിക്കവാറും ഒരു ഓപ്പണിങ്ങിനുള്ള സാധ്യത ഉണ്ട്. ഈ ലൈൻ ഇന്നലത്തെ മാർക്കറ്റിൽ വരച്ചതാണ്. ഈ 2 ലൈനും ലൈവ് മാർക്കറ്റിൽ വരച്ചതാണ്. പോട്ടെ, ഓക്കെ. അപ്പോൾ ഇന്ന് നാരോ CPR ആണ്. 24,752 മുതൽ 24,756 വരെ വരുന്ന ഒരു നാരോ CPR ആണ്. വളരെ ചെറിയ CPR ആണ്, 4 പോയിൻറ്റിൻ്റെ CPR ആണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മിക്കവാറും ട്രെൻഡിങ്ങിനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ലെവൽസ് നോക്കുക കൃത്യമായിട്ട്. നമുക്ക് ലെവൽസ് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രം എൻട്രിയൊക്കെ എടുക്കാൻ നോക്കുക. ഇവിടെയാണൊരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ, ഈ ഒരു ലെവലിൽ ഓപ്പണിംഗ് വരുന്നതെങ്കിൽ CPR നോക്കുക. CPR മിക്കവാറും ബ്രേക്കൗട്ട് കിട്ടും. ഫസ്റ്റ് ഒരു 15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വലിയ ക്യാൻഡിലുകളായിരിക്കും മിക്കവാറും ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ആദ്യത്തെ 15 മിനിറ്റ്. അപ്പോൾ മാർക്കറ്റ് ഒന്ന് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് ലെവൽസ് നോക്കുക. ചിലപ്പോൾ ഇവിടെ നിന്ന് ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ലെവലിൽ 24,756 താഴെ CPRന് താഴെ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മിക്കവാറും CPR ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറുകയാണെങ്കിൽ മാത്രം മുകളിലോട്ട് എൻട്രി നോക്കുക. ഇവിടുത്തെ ഒരു റിവേഴ്സ് പാറ്റേൺ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കുക. 24,672. കാരണം ഇവിടെ ഒരു സ്ട്രോങ് ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്, ഇവിടെ ഇന്നലെ സപ്പോർട്ട് എടുത്ത് കയറിയതാണ്. അപ്പം അവിടെ എന്താണ് ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 24,672, 24,680 സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നൊരു റിവേഴ്സ് സിഗ്നൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് എൻട്രി നോക്കാം. 24,752, 24,756 CPR ടാർഗറ്റ് വയ്ക്കാം. അല്ല ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ ഈ പാറ്റേൺ അനുസരിച്ച് പറഞ്ഞതുപോലെ ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് താഴോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റീടെസ്റ്റിന് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. 24,672, 24,687 ഈ ഒരു ലെവല് റീടെസ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് എൻട്രി നോക്കാം. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ പാറ്റേൺ വർക്ക് ആകുകയാണെന്നുണ്ടെങ്കിൽ 24,672, 24,687 താഴോട്ട് എൻട്രി നോക്കാം. ടാർഗറ്റ് വരുന്നത് 24,593, 24,609. അടുത്ത ടാർഗറ്റ് വരിക വലിയ ടാർഗറ്റാണ് 24,486, 24,469. ഈ ഹെഡ് ആൻഡ് ഷോൾഡർ അനുസരിച്ച് പാറ്റേൺ അനുസരിച്ച് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ 2 സപ്പോർട്ടിലോട്ടും മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ട്. മുകളിലോട്ട് നോക്കാം. മുകളിൽ CPR ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഗ്യാപ് ഡൗൺ വന്നതിന് ശേഷം തിരിച്ച് കയറി ഈ റൈറ്റ് ഷോൾഡർ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. 24,819, 24,831 ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് വന്നിട്ട് 24,895, 24,900. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നോക്കാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക്